ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഞാൻ ഡോക്ടർ ജീതു. 3 കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഡയഗ്നോസിസ്, പ്രോഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത് കറൻസ് 13th എഡിഷനാണ്. ഗോയിങ് ടു ദ പ്രസൻറ്റേഷൻ. ഇതിൽ മേജർ ബൾക്കും ഡയഗ്നോസിസിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ജിഞ്ചൈവൽ ഇൻഫ്ലമേഷനെ ഡയഗ്നോസ് ചെയ്തിട്ട് പെരിഡോണ്ടൽ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്ന എയ്ഡ്സ് ഉണ്ട്, അതൊക്കെ നോക്കാം. നമുക്ക് ക്ലിനിക്കൽ ഇവാലുവേഷൻ ഓഫ് ജിഞ്ചൈവൽ ഇൻഫ്ലമേഷന് വേണ്ടിയിട്ട് വി ക്യാൻ ലുക്ക് ഫോർ റെഡ്നെസ്, ബ്ലീഡിങ്, സെപ്പറേഷൻ, GCF ഫ്ലോ ഒക്കെ നോക്കാം. അതിൽ റെഡ്നെസ്, ബ്ലീഡിങ്, സെപ്പറേഷൻ ഒക്കെ നമുക്ക് വിഷ്വലി കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ GCFൻ്റെ ഫ്ലോ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ GCFൻ്റെ ഫ്ലോ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ് പെരിയോട്രോൺ. പെരിയോട്രോൺ വി ഹാവ് 6000 ആൻഡ് വി ഹാവ് 8000. പെരിയോട്രോൺ 6000 എന്ന് പറഞ്ഞാൽ when we use this we got a high correlation with the other clinical features. പക്ഷേ അതിൻ്റെ ഡ്രോബാക്ക് എന്തായിരുന്നു? GCF വോളിയം ഗ്രേറ്റർ ദാൻ 1 മൈക്രോലിറ്റർ അത് മെഷർ ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് പെരിയോട്രോൺ 8000 വന്നു. ഇറ്റ് ഹാസ് എ വൈഡർ റേഞ്ച്. ഇതാണ് അബൌട്ട് GCF ഫ്ലോ. ഇനി അടുത്ത ഒരു ജിഞ്ചൈവൽ ഇൻഫ്ലമേഷൻ്റെ പാരാമീറ്ററാണ് സബ് ജിഞ്ചൈവൽ ടെമ്പറേച്ചർ. സബ് ജിഞ്ചൈവൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഇൻസ്ട്രുമെൻ്റാണ് പെരിയോ ടെമ്പ്. പെരിയോ ടെമ്പ് ഒരു നമ്മളുടെ സാധാരണ പെരിഡോണ്ടൽ പ്രോബ് പോലെ തന്നെ ഇരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് ജിഞ്ചൈവൽ ടെമ്പറേച്ചർ കിട്ടും. ടു ആൻ ആക്യുറസി ഓഫ് അല്ലെങ്കിൽ ടു എ ഡിഫറൻസ് ഓഫ് അബൌട്ട് 0.1 degrees വരെ ഇതിന് മെഷർ ചെയ്യാൻ പറ്റും. പെരിയോ ടെമ്പ് പ്രോബ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കളർ ഇൻഡിക്കേഷനാണ് കിട്ടുന്നത്. നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്കൊരു ഗ്രീൻ കളർ കിട്ടും. ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ യെല്ലോ, എലിവേറ്റഡ് ടെമ്പറേച്ചേഴ്സിൽ നമുക്ക് റെഡ് കിട്ടും. ഇത് നമ്മൾ ട്രാഫിക് സിഗ്നലിലെ ഗ്രീൻ, യെല്ലോ, റെഡ് ഒക്കെ വെച്ച് ഓർത്താൽ മതി. നോർമൽ അല്ലെങ്കിൽ സേഫ് ആണെങ്കിൽ ഗ്രീൻ, ഒരു ഇൻ്റർമീഡിയറ്റ് ഒക്കെ ആണെങ്കിൽ യെല്ലോ, എലിവേറ്റഡ് ടെമ്പറേച്ചർ കൂടുതൽ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്നുള്ള സ്റ്റേജിലോട്ട് പോകുമ്പോഴത്തേക്കും റെഡ് കളർ. ആൻഡ് ഇറ്റ് ഇസ് എ വെരി ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് ഫ്യൂച്ചർ പെരിഡോണ്ടൽ അറ്റാച്ച്മെൻറ്റ് ലോസ്. ജിഞ്ചൈവൽ പാരാമീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പെരിഡോണ്ടൽ പാരാമീറ്റേഴ്സിലോട്ട് പോകുമ്പോൾ പോക്കറ്റ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ലോസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ് പ്രോബ്സ്. പ്രോബ്സിന് 5 ജനറേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൺവെൻഷണൽ ആയിട്ടുള്ള ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള പ്രോബ്സ് ആണ്. ഫോർ എക്സാമ്പിൾ വില്യംസ് പ്രോബ്. നമ്മൾ കുറേ പ്രോബ്സിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്കിംഗ് സഹിതം പഠിച്ചായിരുന്നു. ബ്രഷപ്പ് ചെയ്യുക. സെക്കൻഡ് ജനറേഷൻ പ്രോബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബിക്കോസ് നമ്മൾക്ക് ഓപ്പറേറ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഡെലിവറി ചെയ്യുന്ന ഫോഴ്സിന് ഡിഫറൻസ് വരാവുന്നതുകൊണ്ട് കൺട്രോൾഡ് ഫോഴ്സ് കൊടുത്ത് പ്രോബ് ചെയ്യാൻ പറ്റുന്നതാണ് സെക്കൻഡ് ജനറേഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്. പ്രഷർ സെൻസിറ്റീവ് പ്രോബ്സ്, വൈൻ വാലി പ്രോബ്സ് ഒക്കെ സെക്കൻഡ് ജനറേഷൻ പ്രോബ്സ് ആണ്. തേർഡ് ജനറേഷൻ പ്രോബ്സിന് ഈ കൺട്രോൾഡ് ഫോഴ്സ് എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. പ്ലസ് ദേ ഹാവ് ഓട്ടോമേറ്റഡ് മെഷർമെൻറ്റ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റ ക്യാപ്ചർ. അത് തേർഡ് ജനറേഷൻ. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ടൊറൻറ്റോ പ്രോബും ഫ്ലോറിഡ പ്രോബ്സും ഒക്കെ. ഫോർത്ത് ജനറേഷൻ പ്രോബ്സ് ആർ 3-dimensional പ്രോബ്. നമ്മൾ ഒരു ടൂത്തിന് ചുറ്റും സർക്കംഫറൻഷ്യലായിട്ട് പ്രോബ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനെ ഒരു 3-dimensional പിക്ചർ കിട്ടും വിത്ത് ഫോർത്ത് ജനറേഷൻ പ്രോബ്സ്. ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ പ്രോബ്സ് ആർ യൂസിങ് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ദേ ആർ ട്രൂ നോൺ ഇൻവേസീവ് പ്രോബ്സ്. നമ്മൾ പ്രോബ് ചെയ്യുന്നില്ല, വി ജസ്റ്റ് കീപ് ദം അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ പോക്കറ്റ്. അതാണ് പ്രോബ്സിൻ്റെ 5 ജനറേഷൻസ്. ഇനി വി ഹാവ് പെരിയോ വൈസ് പ്രോബ്സ് അല്ലെങ്കിൽ പെരിയോ വൈസ് പ്രീമിയർ പ്രോബ്സ്. അതിന് സുപ്പീരിയർ റീഡബിലിറ്റി ആൻഡ് ഫാസ്റ്റർ റീഡബിലിറ്റി ഓഫ് ദ റീഡിങ്സ് നമുക്ക് ഉണ്ട്. നമുക്ക് പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും. 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റീഡിങ്സിൽ നമുക്കിതിന് അവൈലബിൾ ആണ്. 3, 5, 7, 10 അവൈലബിൾ ആണ്. 3, 6, 9, 12 3, 6, 9, 12 എന്ന് പറഞ്ഞാൽ നെയ്ബേഴ്സ് പ്രോബ്സിൻ്റെ മാർക്കിങ്ങിന് സിമിലർ ആയിട്ട് 3, 6, 9, 12 അവൈലബിൾ ആണ്. അതിൻ്റെ പ്രത്യേകത എന്താ? കളർ കോഡഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ മാർക്കിങ്ങിനെ ഇരുന്ന് എണ്ണി അറ്റാച്ച്മെൻറ്റ് ലോസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. 3 വരെ അത് നോർമൽ ജിഞ്ചൈവൽ സൾക്കസ് ആണ്, അറ്റാച്ച്മെൻറ്റ് ലോസ് ഇല്ല. അപ്പോൾ ആ 3 വരെ ഇറ്റ് ഇസ് മാർക്ഡ് ഇൻ ഗ്രീൻ. പിന്നെ വെൻ ദ ഡെപ്ത് ഇസ് മോർ ഇറ്റ് ഇസ് മാർക്ഡ് ഇൻ റെഡ്. ഇതാണ് പെരിയോ വൈസ് പ്രീമിയർ പ്രോബ്സ്. ഇനി കാൽക്കുലസ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻസ് ഡയഗ്നോസ്റ്റിക് എയ്ഡാണ് കെർവ് പ്രോബ്. കെർവ് പ്രോബ് ഇസ് യൂസ് ടു ഡിറ്റക്ട് കാൽക്കുലസ്. അതുപോലെ തന്നെ വി ഹാവ് ഡിറ്റക്ടർ സിസ്റ്റം. ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ഡിറ്റക്ട് സ്റ്റാർട്ടർ എന്ന് ഓർത്താൽ മതി. കാൽക്കുലസ് വാസ് ഓൾസോ നോൺ ആസ് സ്റ്റാർട്ടർ അല്ലേ. സോ ഡിറ്റക്ടർ സിസ്റ്റം, ഡിറ്റക്ട് സ്റ്റാർട്ടർ. ഇറ്റ് വാസ് ഡിസൈൻ ഫോർ ദ ഒബ്ജക്റ്റീവ് ഡയഗ്നോസിസ് ഓഫ് സബ് ജിഞ്ചൈവൽ കാൽക്കുലസ്. അടുത്തത് മൊബിലിറ്റി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി കൺവെൻഷനിൽ നമ്മൾ എന്താ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ബാക്ക് ഓഫ് 2 ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ബാക്ക് ഓഫ് എ സിംഗിൾ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ഫിംഗർ ഓഫ് എ ക്ലിനീഷ്യൻ യൂസ് ചെയ്തിട്ട് നമ്മൾ മൂവ് ചെയ്ത് നോക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചും കൂടി ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് മൊബിലിറ്റി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് 2 ഇൻസ്ട്രുമെൻറ്റ്സ്. വി ഹാവ് ദി പെരിയോഡോണ്ടോമീറ്റർ, പടം ഒന്ന് നോക്കി വെച്ചേക്കെ, ആൻഡ് വി ഹാവ് പെരിയോ ടെസ്റ്റ്. ഇത് രണ്ടും ഫിഗർ തന്നിട്ടായാലും വിച്ച് ഇസ് ദിസ് ഇൻസ്ട്രുമെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് പെരിഡോണ്ടോമീറ്റർ വിച്ച് ഇസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് പെരിയോ ടെസ്റ്റ് ഇസ് ദർ ഓൺ ദ റൈറ്റ് സൈഡ്. ചിലപ്പം ഇത് ഏതാന്ന് ചോദിക്കണമെന്നില്ല. ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഇസ് യൂസ്ഡ് ഫോർ എന്ന് ചോദിക്കുമ്പോൾ ടു ഡിറ്റക്ട് മൊബിലിറ്റി എന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി പെരിയോ ടെസ്റ്റ് വെച്ച്
നമ്മൾ മൊബിലിറ്റി ഡിറ്റക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വാല്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ പഠിക്കണം. മില്ലേഴ്സ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഇഫ് ദർ ഇസ് നോ മൂവ്മെൻറ്റ് ഇറ്റ് ഇസ് മൊബിലിറ്റി ഇൻഡെക്സ് 0 ആണ്. ഫസ്റ്റ് ഡിസ്റ്റിങ്വിഷബിൾ സൈൻ ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 1, ഡീവിയേറ്റ്സ് വിത്തിൻ 1 mm ഓഫ് നോർമൽ പൊസിഷൻ ഇസ് ഗ്രേഡ് 2 ആൻഡ് ഈസിലി നോട്ടിസബിൾ മൊബിലിറ്റി ഓഫ് മോർ ദാൻ 1 mm ഇൻ എനി ഡയറക്ഷൻ അല്ലെങ്കിൽ ഡിപ്രസിബിൾ ഇൻസൈഡ് സോക്കറ്റ് എന്നൊക്കെ പറയുന്നത് ഗ്രേഡ് 3 ആണ്. ഇതിൻ്റെയൊക്കെ പെരിയോ ടെസ്റ്റ് വാല്യൂസ് നമുക്ക് നോക്കാം. അപ് ടു -8 അപ് ടു +9 ദർ ഇസ് നോ മൊബിലിറ്റി ഓർ മൊബിലിറ്റി ഇൻഡെക്സ് ഇസ് 0. ഇനി ഫസ്റ്റ് ഡിസ്റ്റിങ്വിഷബിൾ സൈൻ ഓഫ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മൊബിലിറ്റി ഇൻഡെക്സ് 1 എന്ന് പറയുകയാണെങ്കിൽ 10 to 19 ആയിരിക്കണം വാല്യൂ, +10 to +19. ഇനി ഗ്രേഡ് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെരിയോ ടെസ്റ്റ് വാല്യൂസ് 20 to 29. ഗ്രേഡ് 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് 30 to 50. സോ പെരിയോ ടെസ്റ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -8 to +50 ആണ്. അതിൽ -8 to 9 is 0, 10 to 19 1, 20 to 29 is 2 and 30 to 50 is 3. അടുത്ത പാരാമീറ്റർ ഹാലറ്റോസിസ് ആണ്. ഹാലറ്റോസിസിൽ നിന്ന് സിമ്പിൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഡെൻസർ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റിങ് ടൈപ്പ് ഓഫ് ഹാലറ്റോസിസ് ഉണ്ട്. അതിന് നമ്മൾ ഡെൻസർ ബ്രെത്ത് എന്ന് പറയും. ഇനി ഹങ്കർ ഓർഡർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാ ഡ്യൂറിങ് അവർ ഹങ്കർ പീരീഡ് ബിക്കോസ് ഓഫ് ദ പ്യൂട്രിഫാക്ഷൻ ഓഫ് അവർ പാൻക്രിയാറ്റിക് ജ്യൂസസ് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓർഡർ വരും. ഇതിനെ നമ്മൾ ഹങ്കർ ഓർഡർ എന്ന് പറയും. ഹങ്കർ ഓർഡർ ക്യാൻ ബി ഡ്യൂ ടു എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ഇസ് ഡ്യൂ ടു പ്യൂട്രിഫാക്ഷൻ ഓഫ് ദ പാൻക്രിയാറ്റിക് ജ്യൂസസ്. ഇനി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഡിഫറെൻറ്റ് കണ്ടീഷൻസിലുള്ള പെക്യുലർ ടൈപ്പ് ഓഫ് സ്മെൽ. ഡയബറ്റിക് പേഷ്യൻസിൽ വരുന്ന സ്മെല്ല് എന്തായിരിക്കും? ഇറ്റ് ഇസ് അസറ്റോൺ, സ്വീറ്റ് ഓർ ഫ്രൂട്ടി ഓർഡർ. അസറ്റോൺ സ്മെല്ലെന്നും പറയും, സ്വീറ്റ് സ്മെല്ലെന്ന് പറയും, ഫ്രൂട്ടി ഓർഡർ എന്നും പറയും. കിഡ്നി ഫെയിലിയർ ഉള്ള പേഷ്യൻസിൻ്റെ ഓറൽ ക്യാവിറ്റിയിലുള്ളത് സ്വീറ്റിഷ് ഓർഡർ ആയിരിക്കും, സ്വീറ്റിഷ്. ഓക്കെ. ലിവർ ഫെയിലിയറിൽ മസ്റ്റി ആൻഡ് ഫെക്യുലൻ്റ് ഓർഡർ, ഫീസസ് പോലത്തെ ഫെക്യുലൻ്റ് ഓർഡർ ആയിരിക്കും ലിവർ ഫെയിലിയറിൽ ഉള്ളത്. റുമാറ്റിക് ഫീവറിൽ ആസിഡ് സ്വീറ്റ് ഓർഡർ. ഡയബറ്റിക് പേഷ്യൻസിലും സ്വീറ്റ് ഓർഡർ, ഫ്രൂട്ടി ഓർഡർ എന്ന് പറയാറുണ്ട്. കിഡ്നി ഫെയിലിയറിൽ സ്വീറ്റിഷ് ഓർഡർ എന്ന് മാത്രമാണ് പറയുന്നത്. റുമാറ്റിക് ഫീവറിലാകുമ്പോൾ വി സേ ആസിഡ് സ്വീറ്റ് ഓർഡർ. ആൻഡ് ലങ് ആപ്സസ് ഉള്ള പേഷ്യൻസിന് ഇറ്റ് ഇസ് പ്യൂട്രിഫാക്റ്റീവ് ഓർഡർ. ഇതിൽ ലിവർ ഫെയിലിയർ ആണ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇറ്റ് ഇസ് മസ്റ്റി ആൻഡ് ഫെക്യുലൻ്റ് ഓർഡർ. ഓക്കെ. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചില ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ ഹാലറ്റോസിസ് വരാൻ ചാൻസ് ഉണ്ട്. 1 is ആൽക്കഹോൾ കോസസ് ഹാലറ്റോസിസ്, വി ഓൾ നോ. ഇനി ആൽക്കഹോളിൻ്റെ വിഡ്രോവലിന് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡി അഡിക്ഷന് യൂസ് ചെയ്യുന്ന ഡൈസൾഫിറാം. 3 is മെട്രോനിഡസോൾ. മെട്രോനിഡസോളും നമ്മൾ ആൽക്കഹോളിൻ്റെ കൂടെ കൊടുക്കരുതെന്ന് പറയാറുണ്ട്. സോ ദ മെട്രോനിഡസോൾ ഓൾസോ കോസസ് ഹാലറ്റോസിസ്. 4 ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റ്. നൈട്രേറ്റ് ഗ്രൂപ്പിൽ വരുന്നതാണ്. ആൻജൈനയുടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റ് ഓൾസോ കോസസ് ഹാലറ്റോസിസ്. ഇനി ഹാലറ്റോസിസ് ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു എയ്ഡാണ് ഡയമണ്ട് പ്രോബ് അല്ലെങ്കിൽ പെരിയോ 2000 എന്ന് പറയും. അതൊരു പ്രിഡോണൽ പ്രോബ് പോലെ തന്നെ ഇരിക്കും. ഇറ്റ് ഡിറ്റക്ട്സ് വോളറ്റൈൽ സൾഫർ കോമ്പൗണ്ട്സ്. അങ്ങനെ ഇറ്റ് ഡിറ്റക്ട്സ് ഹാലറ്റോസിസ്. വേറെ ഒരു ഡയഗ്നോസ്റ്റിക് എയ്ഡ് ഫോർ ഹാലറ്റോസിസ് ആണ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി. ഗ്യാസ് ക്രോമറ്റോഗ്രഫിയിലും നമ്മൾ വോളറ്റൈൽ സൾഫർ കോമ്പൗണ്ടിനെ തന്നെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. പക്ഷേ വി ക്യാൻ ഡു എ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. എന്തോരം എമൗണ്ട് ഉണ്ടെന്നും കൂടി നമുക്ക് ഗ്യാസ് ക്രോമറ്റോഗ്രഫിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഹാലിമീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പോർട്ടബിൾ വോളറ്റൈൽ സൾഫർ മോണിറ്ററാണ്. ഗ്യാസ് ക്രോമറ്റോഗ്രഫിയെക്കാളും കോമ്പാക്ട് ആൻഡ് പോർട്ടബിൾ ആയിട്ടുള്ള യൂണിറ്റാണ് ഹാലിമീറ്റർ. ഇനി അഡ്വാൻസ്ഡ് റേഡിയോഗ്രാഫിക് ടെക്നിക്സിലോട്ട് പോവാം. റേഡിയോഗ്രാഫിൽ നമ്മൾ IOPA, ബൈറ്റിംഗ്, OPG പോലത്തെ നമ്മൾ റെഗുലർലി ക്ലിനിക്കിൽ യൂസ് ചെയ്യുന്ന റേഡിയോഗ്രാഫ്സ് ഉണ്ട്. അത് കൂടാതെ ഒരുപാട് അഡ്വാൻസ്ഡ് റേഡിയോഗ്രാഫിക് ടെക്നിക്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ OMRൽ പഠിക്കും. ഇനി പെരിയോയിൽ നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് CT ഓർ കമ്പ്യൂട്ടർ ടോമോഗ്രഫി. അതിൽ വോക്സൽ എന്താണെന്ന് ചോദിക്കാം. ഇൻ CT ഇമേജസ് റെക്കോർഡഡ് ആൻഡ് ഡിസ്പ്ലേസ്ഡ് ആസ് ഇൻഡിവിജ്വൽ ബ്ലോക്സ്. അതിനെയാണ് നമ്മൾ വോക്സൽ എന്ന് പറയുന്നത്. CTയിലെ ഇമേജ് ഡിസ്പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ഇൻഡിവിജ്വൽ ബ്ലോക്സ് കോൾഡ് വോക്സൽ ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. വൺ മോർ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ഹൗൺസ്ഫീൽഡ് യൂണിറ്റ്. CTയിൽ നമ്മുടെ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഹൗൺസ്ഫീൽഡ് യൂണിറ്റ്സിലാണ്, വിച്ച് റേഞ്ചസ് ഫ്രം -1000 to +1000. ഈച്ച് നമ്പർ കറസ്പോണ്ട്സ് ടു എ പെർട്ടിക്കുലർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓരോ നമ്പർ കാണുമ്പോഴും നമുക്ക് അത് മോർ റേഡിയോ ലൂസൻ്റ് ആണോ റേഡിയോ ഡെൻസ് ആണോ എന്ന് പറയാൻ പറ്റും. ഈ CT ഒന്നും നമ്മൾ ഡെൻറ്റിസ്ട്രിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. പക്ഷേ CBCT നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഇംപ്ലാന്റിന് മുമ്പുള്ള ഇമേജിംഗ് ഒക്കെ നമ്മൾ CBCT യൂസ് ചെയ്യാറുണ്ട്. CBCT ഈസ് കോൺബീം CT. കോൺബീം CT gives a image quality similar to CT but with a lower radiation dose for the patient.
ഇനി ബെസ്റ്റ് ടെക്നിക് ടു അസസ് ബോണ്ട് ഡെൻസിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡെക്സ ഓർ ഡ്യുവൽ എനർജി എക്സ്റേ അബ്സോർപ്ഷ്യോമെട്രി. 2 എനർജീസിലുള്ള എക്സ്റേ നമ്മൾ യൂസ് ചെയ്ത് ഇമേജ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ഡ്യുവൽ എനർജി എക്സ്റേ അബ്സോർപ്ഷ്യോമെട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ക്ലിനിക്കൽ പാരാമീറ്റേഴ്സിനെ ഡയഗ്നോസ് ചെയ്യുന്നതും റേഡിയോഗ്രാഫി വെച്ച് ഡയഗ്നോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ ബാക്ടീരിയനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, ബാക്ടീരിയൽ പ്രോഡക്ട്സിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ആദ്യം ബാക്ടീരിയയിലും ടെനർല ഫോർസേത്തിയ, പി ജിഞ്ചവാലിസ്, ദെൻ ടി ഡെൻഡിക്കോള, കാപ്നോസൈറ്റോഫേഗ പോലത്തെ സ്പീഷീസിന് ട്രിപ്സിൻ ലൈക്ക് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡയഗ്നോസ്റ്റിക് കിറ്റ്സ് ഉണ്ട് വിച്ച് ക്യാൻ ഡിറ്റക്ട് ദീസ് ട്രിപ്സിൻ ലൈക്ക് എൻസൈം ആക്ടിവിറ്റി. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാന എന്ന് പറഞ്ഞൊരു സബ്സ്ട്രേറ്റ് ഉണ്ട്, ഓർ എൻ ബെൻസോയിൽ DL ആർജിനിൻ 2-നാഫ്തൈലമൈഡ്. ഇത് പഠിക്കണേ, എൻ ബെൻസോയിൽ DL ആർജിനിൻ 2-നാഫ്തൈലമൈഡ്. അതിൽ ബാനയുടെ B സ്റ്റാൻഡ്സ് ഫോർ ബെൻസോയിൽ, A ഇസ് ഫോർ ആർജിനിൻ ആൻഡ് NA ഇസ് ഫോർ നാഫ്തൈലമൈഡ്. ബെൻസോയിലിൻ്റെയും ആർജിനിൻ്റെയും മുമ്പിലുള്ള പ്രിഫിക്സ് ആണ് എന്നും DLഉം. ബെൻസോയിൽ ആർജിനിൻ നാഫ്തൈലമൈഡ് ആണെന്ന് ഫിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബെൻസോയിലിനും ആർജിനിനും ഉള്ള പ്രിഫിക്സസ് എന്നും DLഉം ആണ്. നമ്മളുടെ സബ്സ്ട്രേറ്റ് ആണ് ബാന. ഈ സബ്സ്ട്രേറ്റിലോട്ട് നമ്മളുടെ ട്രിപ്സിൻ ലൈക്ക് എൻസൈം പ്രൊഡ്യൂസിങ് മൈക്രോബ് ഉണ്ടെങ്കിൽ ദേ പ്രൊഡ്യൂസ് ട്രിപ്സിൻ ലൈക്ക് എൻസൈം വിച്ച് ആക്ട്സ് ഓൺ ദ ബാന. അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഗിവ്സ് എ കളർ ചേഞ്ച്. കളർലെസ് സബ്സ്ട്രേറ്റിനെ ബ്ലൂ കളറിലോട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. ഈ ഡയഗ്നോസ്റ്റിക് കിറ്റ് വെച്ച് നമുക്ക് പ്ലാക്കിൽ ട്രിപ്സിൻ ലൈക്ക് എൻസൈം പ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് പെരിയോ സ്കാൻ. പെരിയോ സ്കാൻ എന്നാണ് ആ ഡയഗ്നോസ്റ്റിക് കിറ്റിൻ്റെ പേര്. അടുത്തത് ബാക്ടീരിയൽ സൈറ്റോകൈൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ്സ് ആണ്. ആദ്യത്തത് പെരിയോ ഗാർഡ്. GARD ആണ്. പെരിയോ GUARD ഉണ്ട്, അത് ക്ലോറെക്സിഡിൻ ആണ്. ക്ലോറെക്സിഡിൻ 0.12% ആണ് പെരിയോ ഗാർഡ് എന്ന് പറഞ്ഞ് കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ളത്. പെരിയോ ഗാർഡ് GARD ടെസ്റ്റ് ഫോർ AST ഓർ അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ്. അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസിൻ്റെ പഴയ പേരെന്തായിരുന്നു? SGOT. പിന്നെ പോക്കറ്റ് വാച്ചും AST ആയിട്ട് തന്നെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. പെരിയോ ഗാർഡും പോക്കറ്റ് വാച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? പെരിയോ ഗാർഡ് ഇസ് മോർ സെൻസിറ്റീവ്. കുറച്ച് AST ഉണ്ടെങ്കിൽ തന്നെ പെരിയോ ഗാർഡ് ഡിറ്റക്ട് ചെയ്യും. കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ AST ഉണ്ടാകുമ്പോൾ മാത്രമാണ് പോക്കറ്റ് വാച്ച് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാറുള്ളൂ. സോ പെരിയോ ഗാർഡ് ആൻഡ് പോക്കറ്റ് വാച്ച് ആർ ഫോർ AST. രണ്ടാമത്തത് പെരിയോ ചെക്ക് ഇസ് ഫോർ ന്യൂട്രൽ പ്രോട്ടിയേസസ് ലൈക്ക് കൊളാജനേസസ്. ചെക്കിന് C ഉണ്ട്, കൊളാജനേസിലും C ഉണ്ട്. സോ പെരിയോ ചെക്ക് ഇസ് ഫോർ കൊളാജനേസ് എന്ന് ഓർത്താൽ മതി. ബട്ട് ഇറ്റ് ചെക്സ് ഫോർ ഓൾ ന്യൂട്രൽ പ്രോട്ടിയേസസ് ലൈക്ക് കൊളാജനേസസ്. ഈ പെരിയോ ചെക്കിലും നമുക്കൊരു കളർ ചേഞ്ച് ഉണ്ട്. ബാന ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞു ദർ ഇസ് എ കളർ ചേഞ്ച് ഫ്രം കളർലെസ് സബ്സ്ട്രേറ്റ് ടു ബ്ലൂ പ്രോഡക്റ്റ്. അതുപോലെ തന്നെ പെരിയോ ചെക്കിലും നമുക്കൊരു ബ്ലൂ ഡൈ ഉണ്ട്, കൊളാജൻ ഡൈ. സോ ഇഫ് കൊളാജനേസ് ഇസ് പ്രസൻറ്റ് എന്ത് സംഭവിക്കും? ദിസ് ബ്ലൂ കളർ ലേബിൾഡ് ആയിട്ടുള്ള ജെൽ മെട്രിക്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ഇറ്റ് റിലീസസ് ദിസ് ബ്ലൂ ഡൈ. അതാണ് പെരിയോ ചെക്കിൽ സംഭവിക്കുന്നത്. Then we have BioLyse and prognostic, both checks for elastase. So perio check is for neutral proteases like collagenase and BioLyse is for elastase. Prognostic is also for elastase. ഇനി ബാക്ടീരിയൽ ടോക്സിൻസ് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് വേറെ 2 ടെസ്റ്റും കൂടി ഉണ്ട്. വൺ ഇസ് ടോപ്പസ് ഓർ ടോക്സിസിറ്റി പ്രീ സ്ക്രീനിങ് അസേ. ഇതിലും നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ലെവൽസ് ഓഫ് ബാക്ടീരിയൽ ടോക്സിൻസ് ആണ്. ഓൾസോ ഡിറ്റക്ട്സ് ഇൻക്രീസ് ലെവൽസ് ഓഫ് ഹ്യൂമൻ ഇൻഫ്ലമേറ്ററി പ്രോട്ടീൻസ്. ബാക്ടീരിയ വരുമ്പോഴൊക്കെ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ബോഡിയിലും ഇൻഫ്ലമേറ്ററി പ്രോട്ടീൻസിനെ റിലീസ് ചെയ്യാറുണ്ട്. സോ ടോപ്പാസ് ഡിറ്റക്ട്സ് ദിസ് ബാക്ടീരിയൽ ടോക്സിൻസ് ആസ് വെൽ ആസ് ഹ്യൂമൻ ഇൻഫ്ലമേറ്ററി പ്രോട്ടീൻസ്. അടുത്തത് LAL അല്ലെങ്കിൽ ലിമുലസ് അമീബോസൈറ്റ് ലൈസേറ്റ് അസേ. LAL അസേ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ടീരിയൽ എൻഡോടോക്സിൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻഡോടോക്സിൻസ് ആയിട്ട് റിലീസ് ചെയ്യുന്ന ഗ്രാം നെഗറ്റീവ് മൈക്രോബ്സ് റിലീസ് ചെയ്യുന്ന എൻഡോടോക്സിൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ലിമുലസ് അമീബോസൈറ്റ് ലൈസേറ്റ്. പിന്നെ വേറെ ഒരു ടേമാണ് എപ്സിലോമീറ്റർ ടെസ്റ്റ്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയറാണ്, പക്ഷേ എൻ്റെ പേര് ഇതാണെന്ന് അറിയത്തില്ലായിരിക്കും. അതൊരു ആൻറ്റി മൈക്രോബിയൽ സസെപ്റ്റബിലിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. നമ്മൾ ഈ അഗാർ പ്ലേറ്റിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ഇറ്റ് പ്രൊഡ്യൂസസ് എ ക്ലിയർ സോൺ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇഫ് ദ മൈക്രോ ഓർഗാനിസം സെൻസിറ്റീവ് ടു ദ ആൻറ്റിബയോട്ടിക് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ആ ടെസ്റ്റാണ് എപ്സിലോമീറ്റർ ടെസ്റ്റ്. ഇറ്റ് ഇസ് ഫോർ ദ ആൻറ്റി മൈക്രോബിയൽ സെൻസിറ്റിവിറ്റി ഓർ സസെപ്റ്റബിലിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അടുത്തതൊരു ഹൈ സെൻസിറ്റിവിറ്റി ഓഫ് ഡിറ്റക്ഷൻ ഉള്ള ടെക്നിക്കാണ് ന്യൂക്ലിക് ആസിഡ് പ്രോബ്സ്. ന്യൂക്ലിക് ആസിഡ് പ്രോബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ നോൺ മോളിക്യൂൾ അല്ലെങ്കിൽ നോൺ സീക്വൻസ് ഓഫ് DNA ഓർ RNA ഫ്രം എ സ്പെസിഫിക് മൈക്രോ ഓർഗാനിസം. ആ മൈക്രോ ഓർഗാനിസത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ന്യൂക്ലിക് ആസിഡ് സീക്വൻസ് ആയിരിക്കും. ദിസ് ഇസ് ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ആൻഡ് ലേബിൾഡ്.
നമുക്കിപ്പം അവൈലബിൾ ആണ്, കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ് ജീനോമിക് പ്രോബ്സ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് 3-4 ഓർഗാനിസംസ്, AA, ഗ്രിഗാറ്റീവ് ബാക്ടർ, PE, PG, PI ആൻഡ് TD. ഇവർക്കുള്ളത് ഇപ്പോൾ ഇറ്റ് ഇസ് അണ്ടർ ഡെവലപ്മെൻറ്റ്. ആൻഡ് കിഡ്സിൻ്റെ പേരാണ് DMDX, ഒമ്നിജീൻ. ഈ DMDXും ഒമ്നിജീനും ഓർത്ത് വെച്ചോളൂ. ഇറ്റ് ഇസ് ഫോർ ദ genomic probe for the detection of organisms AA, PG, PI and TD. ഡയഗ്നോസിസ് കഴിഞ്ഞാൽ അടുത്തത് പ്രോഗ്നോസിസ് ആണ്. പ്രോഗ്നോസിസ് എന്താ? പ്രോഗ്നോസിസ് ഇസ് ദ പ്രെഡിക്ഷൻ ഓഫ് ദ കോഴ്സ് ഓർ ഔട്ട്കം ഓഫ് എ ഡിസീസ്. ഒരു ഡിസീസിൻ്റെ പ്രസൻറ്റേഷൻ കാണുമ്പോൾ വി ആർ പ്രെഡിക്റ്റിംഗ് അതിൻ്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും. നമുക്ക് 2 ക്ലാസിഫിക്കേഷനുണ്ട് പ്രോഗ്നോസിസിന്. മക്വയർ ആൻഡ് നന്നിൻ്റെ ക്ലാസിഫിക്കേഷനുണ്ട്, ക്വാക്ക് ആൻഡ് കെയ്റ്റൻ്റെ ക്ലാസിഫിക്കേഷനും ഉണ്ട്. മക്വയർ ആൻഡ് നന്നിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമുക്കുള്ള ടേംസ് ഗുഡ്, ഫെയർ, poor, questionable and hopeless. അപ്പം വി ആർ പ്രെഡിക്റ്റിംഗ് ദ കോഴ്സ് ഓഫ് ദ ഡിസീസ്. ഓക്കെ, ദിസ് വിൽ ബി ഗുഡ്, ട്രീറ്റ് ചെയ്താൽ ഇത് നല്ലൊരു ഔട്ട്കം തരും. അങ്ങനെ ഒരു പ്രോഗ്നോസിസ് ഉണ്ട്. പിന്നെ ഫെയർ ഉണ്ട്, പുവർ ഉണ്ട്, ക്വസ്റ്റനബിൾ ഉണ്ട്, ഹോപ്പ്ലെസ് ഉണ്ട്. വോക്ക് ആൻഡ് കേട്ടേണ്ടത് കുറച്ചും കൂടി സിമ്പിളാണ്. ഫേവറബിൾ ആവാം, അൺഫേവറബിൾ ആവാം, അല്ലെങ്കിൽ നമുക്ക് അറിയില്ല ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്ന്. അതാണ് ക്വസ്റ്റനബിൾ. ഹോപ്പ്ലെസ് എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ് ഓൺ ദാറ്റ്, എക്സ്ട്രാക്ഷന് പോകേണ്ട പല്ല. ഇതിൽ വാട്ട് ഐ വാണ്ട് ടു എംഫസൈസ് ഇസ് ദർ ഇസ് നോ ബാഡ് പ്രോഗ്നോസിസ്. ബാഡ് പ്രോഗ്നോസിസ് എന്നൊരു പ്രോഗ്നോസിസ് ഇല്ല. യു ഹാവ് അൺഫേവറബിൾ, യു ഹാവ് ക്വസ്റ്റനബിൾ, യു ഹാവ് പുവർ, യു ഹാവ് ഹോപ്പ്ലെസ്. പക്ഷേ ബാഡ് എന്നൊരു വാക്ക് രണ്ടുപേരുടെ ക്ലാസിഫിക്കേഷനിലും ഇല്ല. പ്രോഗ്നോസിസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറേയും ഫാക്ടേഴ്സ് ഉണ്ട്. റിസ്ക് ഫാക്ടേഴ്സ്, റിസ്ക് ഡിറ്റർമിനൻസ്, റിസ്ക് മാർക്കേഴ്സ്, റിസ്ക് ഇൻഡിക്കേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡിസീസിൻ്റെ പ്രസൻറ്റേഷൻ കാണുമ്പോൾ നമ്മൾ ഈ ഫാക്ടേഴ്സൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഓരോ ടേമിനും ഓരോ കീ എക്സ്പ്ലനേഷൻ വേർഡ്സ് ഉണ്ട്. റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ all the factors which may be environmental, behavioral or biologic factors which when present increases the likelihood of an individual getting a disease. അതാണ് റിസ്ക് ഫാക്ടർ. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്മോക്കിംഗ്, അത് ഉണ്ടെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദ ലൈക്ലിഹുഡ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഗെറ്റിംഗ് പെരിഡോണ്ടൽ ഡിസീസ്. അത് പ്രൂവൺ ആണ്. രണ്ടാമത്തെ ടേം റിസ്ക് ഡിറ്റർമിനൻറ്റ്. റിസ്ക് ഡിറ്റർമിനൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ട കീവേഡ് ഇറ്റ് ഇസ് എ ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടറിസ്റ്റിക്, ഇറ്റ് ഇസ് എ ഫിക്സ്ഡ് ക്യാരക്ടറിസ്റ്റിക്. ദാറ്റ് ഇസ് എ റിസ്ക് ഫാക്ടർ ബട്ട് ഇറ്റ് കനോട്ട് ബി മോഡിഫൈഡ്. ഫോർ എക്സാമ്പിൾ ഏജ് ഓഫ് ദ പേഷ്യൻറ്റ്, സെക്സ് ഓഫ് ദ പേഷ്യൻറ്റ്, ഇതൊന്നും മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ ലൈക്ലിഹുഡ് ഓഫ് ദ ഡിസീസ് ഡെഫിനറ്റ്ലി. റിസ്ക് ഫാക്ടറിൽ നമ്മൾ പറഞ്ഞു സ്മോക്കിംഗ്, അത് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദ ഇൻഡിവിജ്വൽ ക്യാൻ ക്വിറ്റ് സ്മോക്കിംഗ്. പക്ഷേ ഇൻഡിവിജ്വലിനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഏജും സെക്സും പോലത്തെ ഫാക്ടേഴ്സ്. അതാണ് റിസ്ക് ഡിറ്റർമിനൻറ്റ്. മൂന്നാമത്തത് റിസ്ക് പ്രെഡിക്റ്റർ അല്ലെങ്കിൽ റിസ്ക് മാർക്കർ. ഇത് അസോസിയേറ്റഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പ്രെഡിക്റ്റർ അല്ലെങ്കിൽ മാർക്കർ എന്നുള്ള വാക്ക് കാണുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഡിസീസ് ബട്ട് ദിസ് ഫാക്ടർ ഡസ് നോട്ട് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ദ ഡിസീസ്. ഫോർ എക്സാമ്പിൾ ബ്ലീഡിംഗ് ഓൺ പ്രോബിംഗ്. ബ്ലീഡിംഗ് ഓൺ പ്രോബിംഗ് ഒരു പ്രെഡിക്റ്റർ അല്ലെങ്കിൽ ഒരു മാർക്കർ ഓഫ് പെരിഡോണ്ടൽ ഡിസീസ് ആണ്. ഇതുണ്ടെങ്കിൽ എന്താ പറയുക, ജിഞ്ചൈവൽ ഡിസീസ് ഉണ്ട്, പെരിഡോണ്ടൽ ഡിസീസ് ഉണ്ടാവാം. പക്ഷേ ദിസ് ഇസ് നോട്ട് കോസിങ് ദ ഡിസീസ് അല്ലേ. അടുത്തത് റിസ്ക് ഇൻഡിക്കേറ്റർ. റിസ്ക് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പം നിങ്ങൾ ഓർക്കേണ്ടത് ക്രോസ് സെക്ഷണൽ എന്നുള്ള വാക്കാണ്. ദിസ് ഇസ് ഐഡൻറ്റിഫൈഡ് ഇൻ ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് ബട്ട് ദിസ് ഇസ് നോട്ട് കൺഫേംഡ് ത്രൂ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ്. ഫോർ എക്സാമ്പിൾ എയ്ഡ്സ് ഉള്ള പേഷ്യൻസിന് പെരിഡോണ്ടൽ ഡിസീസ് നമ്മൾ കോമൺ ആയിട്ടും കണ്ടിട്ടുണ്ട്. ക്രോസ് സെക്ഷണൽ സ്റ്റഡീസിൽ നമ്മൾ നോക്കുമ്പോൾ എയ്ഡ്സ് പേഷ്യൻസിനെ നമ്മൾ സ്റ്റഡി ചെയ്യുവാണ്. വി ഹാവ് സീൻ ദാറ്റ് ദേ ഹാവ് ഹൈ പ്രിവലൻസ് ഓഫ് പെരിഡോണ്ടൽ ഡിസീസ്. പക്ഷേ ലോഞ്ചിറ്റ്യൂഡിനലി ആരും പോയി എയ്ഡ്സ് പേഷ്യൻസിനെ അവർക്ക് എയ്ഡ്സ് വരുമ്പോൾ തൊട്ട് അവരെ ഫോളോ ചെയ്യുന്നില്ല, അവർക്ക് എപ്പോൾ പെരിഡോണ്ടൽ ഡിസീസ് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടി. സച്ച് factors are known as risk indicators. So we have risk factors which are all the factors which increase the likelihood of getting a disease. Determinants are background characters. Predictors or markers are just associated, they do not cause the disease. And indicators are identified only in cross-sectional studies. പ്രോഗ്നോസിസിന് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. കമ്മിങ് ടു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പം അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുമ്പം നമുക്ക് 3 ടൈപ്പ് ഓഫ് ഗോൾസ് ഉണ്ട്. വി ഹാവ് ഇമീഡിയറ്റ് ഗോൾസ്, വി ഹാവ് ഇൻ്റർമീഡിയറ്റ് ഗോൾസ് ആൻഡ് വി ഹാവ് ലോങ് ടേം ഗോൾസ്. നമ്മുടെ ഇമീഡിയറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ഓൾ ദ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷനെ എലിമിനേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഗോൾ എന്താ? ഇങ്ങനെ ഇൻഫെക്ഷനെയും ഇൻഫ്ലമേഷനെയും എലിമിനേറ്റ് ചെയ്തിട്ട് വി വോണ്ട് ടു കൺസ്ട്രക്ട് ഹെൽത്തി ഡെൻറ്റിഷൻ സോ ദാറ്റ് ഫങ്ഷണലി ആൻഡ് ഈസ്തെറ്റിക്കലി പേഷ്യൻറ്റിന് എല്ലാ റിക്വയർമെൻറ്റ്സും സാധിക്കുന്നുണ്ട്. നമ്മുടെ ലോങ് ടേം ഗോൾ എന്താ? ഇപ്പം നമുക്ക് ഒരു ഹെൽത്തി ഡെൻറ്റിഷനെ കൺസ്ട്രക്ട് ചെയ്തു സോ ദാറ്റ് ഓൾ ദ ഫങ്ഷണൽ ആൻഡ് ഈസ്തെറ്റിക് റിക്വയർമെൻറ്റ്സ് ആർ മെറ്റ്. അത് മാത്രം പോരാ, വി വാണ്ട് മെയിൻ്റനൻസ് ഓഫ് ദിസ് ഹെൽത്ത് ത്രൂ പ്രിവെൻഷൻ ഓഫ് ദ ഡിസീസ് ആൻഡ് സപ്പോർട്ട് തെറാപ്പി. സോ ഈ 3 വാട്ട് ആർ ദ ഇമീഡിയറ്റ് ഗോൾസ് എന്നൊക്കെ പറഞ്ഞ്
4 ഓപ്ഷൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. എലിമിനേഷൻ ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ. ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഡെന്റിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ലോങ് ടേം ഗോളിൽ പ്രിവെൻഷൻ എന്നൊരു ഗോളും കൂടെ വരുന്നുണ്ട്. ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫ്ലോ ചാർട്ടാണ്. പെരിഡോണ്ടൽ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എമർജൻസി ഫേസ് ആണ്. അതായത് എന്തെങ്കിലും ആബ്സസ് ഉണ്ടെങ്കിൽ ഡ്രെയിൻ ചെയ്യുക, ഹോപ്പ്ലെസ് പ്രോഗ്നോസിസ് ഉള്ളൊരു ടൂത്ത് ഉണ്ടെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്ത് കളയുക. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോപ്പർ പെരിഡോണ്ടൽ ട്രീറ്റ്മെൻറ്റിലോട്ട് വരുന്നത്. ആൻഡ് പെരിഡോണ്ടൽ ട്രീറ്റ്മെൻറ്റിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും? സ്കെയിലിംഗ് ആൻഡ് റൂട്ട് പ്ലാനിങ്, നോൺ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് ഫേസ് 1. പിന്നെ ഫേസ് 2 ആണ് സർജിക്കൽ ഫേസ്, ഫേസ് 3 ആണ് റെസ്റ്റോറേറ്റീവ് ഫേസ്. പക്ഷേ നമ്മൾ നോൺ സർജിക്കൽ ഫേസ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇന്ന് സ്കെയിൽ ചെയ്താൽ നാളെ ഞാൻ പോയി സർജറി ചെയ്യില്ല. വി ഹാവ് ടു ഗോ ത്രൂ എ മെയിൻ്റനൻസ് ഫേസ്. പേഷ്യൻറ്റിനെ വി ഹാവ് ടു പുട്ട് ഓൺ എ മെയിൻ്റനൻസ് ഫേസ്, ഫേസ് 4. അത് കഴിഞ്ഞിട്ടാണ് വി ക്യാൻ ഗോ ഫോർ സർജിക്കൽ ഫേസ് ഓർ റെസ്റ്റോറേറ്റീവ് ഫേസ്. ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കംസ് അണ്ടർ സർജിക്കൽ ഫേസ്. ദെൻ റെസ്റ്റോറേറ്റീവ് ഫേസും സർജിക്കൽ ഫേസും കഴിഞ്ഞിട്ട് എഗെയിൻ യു ഹാവ് ടു ഗോ ത്രൂ എ മെയിൻ്റനൻസ് ഫേസ്. ഈ ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോ ചാർട്ട് പടം തരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ആരോ മാർക്സിൻ്റെ ഡയറക്ഷനും ശ്രദ്ധിക്കണം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് കറക്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. നോൺ സർജിക്കൽ തെറാപ്പി എന്ന് പറയുന്ന സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫേസ് 1ൻ്റെ കീഴിൽ വരുന്ന പ്രൊസീജിയേഴ്സാണിത്. ഇനി സ്ലൈഡ് ചെയ്യാനിട്ട് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നോൺ സർജിക്കൽ തെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആകെ ഓർമ്മ വരുന്നത് സ്കെയിലിംഗ് ആൻഡ് റൂട്ട് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ്. പക്ഷേ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ഫോളോവിങ്. ഓറൽ ഹൈജീൻ അസസ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഇസ് ദെയർ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് സൂപ്രാജിഞ്ചേവൽ ആൻഡ് സബ്ജിഞ്ചേവൽ സ്കെയിലിംഗ് ആൻഡ് റൂട്ട് പ്ലാനിംഗ് വരുന്നത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എക്സ്ട്രാക്ഷൻ ഓഫ് ഹോപ്പ്ലെസ് ടീത്ത് ക്യാൻ കം അണ്ടർ നോൺ സർജിക്കൽ തെറാപ്പി. പിന്നെ റിഡക്ഷൻ ഓഫ് ലോക്കൽ റിസ്ക് ഫാക്ടേഴ്സ്, റിമൂവൽ ഓർ റീഷേപ്പിംഗ് ഓഫ് ദ ഓവർ ഹാങ്സ് ഓർ ഓവർ കോണ്ടൂർഡ് റെസ്റ്റോറേഷൻസ്, ഇതെല്ലാം NSPT ആണ്. റെസ്റ്റോറേഷൻ ഓഫ് എ കേരിയസ് ലീഷൻ, റെസ്റ്റോറേഷൻ ഓഫ് ഓപ്പൺ കോൺടാക്ട്സ്. ഓക്കെ, റെസ്റ്റോറേഷൻ ഓഫ് കേരിയസ് ലീഷൻ എന്ന് പറയുമ്പോൾ അത് റെസ്റ്റോറേറ്റീവ് ഫേസ് അല്ലെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ നമ്മൾ ടെമ്പററി ആയിട്ട് ചെയ്യുന്ന റെസ്റ്റോറേഷൻസ് ഒക്കെ നോൺ സർജിക്കൽ പെരിഡോണ്ടൽ തെറാപ്പിയിൽ കൂട്ടണം. പെർമനൻറ്റ് ഫില്ലിങ്സ് ആണ് റെസ്റ്റോറേറ്റീവ് ഫേസിൽ വരുന്നത്, അല്ലെങ്കിൽ ടൂത്ത് റീപ്ലേസ്മെൻറ്റ്സ് ഒക്കെയാണ് റെസ്റ്റോറേറ്റീവ് ഫേസിൽ വരുന്നത്. സപ്പോർട്ടീവ് പെരിഡോണ്ടൽ തെറാപ്പിയുടെ റീകോൾ ഷെഡ്യൂളിനെ പറ്റി വി ഹാവ് എ ക്ലാസിഫിക്കേഷൻ, മെറിൻസ് ക്ലാസിഫിക്കേഷൻ. അതനുസരിച്ച് 3 ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ട്. ക്ലാസ് A, ക്ലാസ് B ആൻഡ് ക്ലാസ് C. ആൻഡ് വൺ മോർ ഗ്രൂപ്പ് ഇസ് ഫസ്റ്റ് ഇയർ പേഷ്യൻറ്റ്. ഫസ്റ്റ് ഇയർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പെരിഡോണ്ടൽ തെറാപ്പി കഴിഞ്ഞിട്ട് 1 വർഷത്തിന് ഉള്ളിലുള്ള പേഷ്യൻസ്. അവർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അൺഈവൻഫുൾ ഹീലിംഗ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസും ഉണ്ട്. പിന്നെ പുവർ കേസായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് കേസായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസും ഉണ്ട്. അൺഈവൻഫുൾ ഹീലിംഗ് കാണിക്കുന്ന പേഷ്യൻസിനെ നമ്മൾ 3 months വൺസ് റീകോൾ ചെയ്താൽ മതി. സോ ഫസ്റ്റ് ഇയർ പേഷ്യൻറ്റ് വിത്ത് അൺഈവൻഫുൾ ഹീലിംഗ് റീകോൾ ഇൻ്റർവൽ ഇസ് 3 months. പിന്നെ ഡിഫിക്കൽട്ട് കേസ് ആണെങ്കിൽ അവർക്ക് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സോ ഫെർക്കേഷൻ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, പുവർ ക്രൗൺ റൂട്ട് റേഷ്യോ, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എവറി 1 to 2 months ദേ ഹാവ് ടു ബി റീകോൾഡ്. ക്ലാസ് Aയും Bയും Cയും തെറാപ്പി ആക്റ്റീവ് പെരിഡോണ്ടൽ തെറാപ്പി കഴിഞ്ഞിട്ട് 1 വർഷത്തിൽ കൂടുതലായി. A പേഷ്യൻസ് ദേ ഹാവ് മെയിൻറ്റെയിൻഡ് എക്സലൻറ്റ് റിസൾട്ട്സ്. ഗുഡ് ഓറൽ ഹൈജീൻ ഉണ്ട്, കാൽക്കുലസ് ഇല്ല, ഒക്ലൂസൽ പ്രോബ്ലംസ് ഇല്ല, കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സസ് ഒന്നും തന്നെ ഇല്ല, ലെസ് ദാൻ 50% സപ്പോർട്ടുള്ള ഒരു ടൂത്ത് പോലും ഇല്ല. ഇങ്ങനെയുള്ള പേഷ്യൻസിനെ വെരി വെൽ മെയിൻറ്റെയിൻഡ് ആണ് അല്ലേ. അപ്പോൾ 6 months to 1 year വൺസ് നമ്മൾ റീകോൾ ചെയ്താൽ മതി. ക്ലാസ് B പേഷ്യൻസിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ജനറലി ഗുഡ് റിസൾട്ട്സ് എന്നാണ്, ഫോർ മോർ ദാൻ 1 year. പക്ഷെ അവർക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഇൻകൺസിസ്റ്റൻ്റ് ഓറൽ ഹൈജീൻ ആയിരിക്കും, കാൽക്കുലസ് ഉണ്ട്, സിസ്റ്റമിക് ഡിസീസസ് ഉണ്ട്, സം റിമൈനിങ് പോക്കറ്റ്സ് ഉണ്ട്, പിന്നെ ഒക്ലൂസൽ പ്രോബ്ലംസ്, കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സസ് ഒക്കെ ഉണ്ട്. നമ്മൾ ക്ലാസ് Aയിൽ പറഞ്ഞു ദർ ഇസ് നോ ടീത്ത് വിത്ത് ലെസ് ദാൻ 50% ആൽവിയോലാർ ബോൺ റിമൈനിങ്. ക്ലാസ് Bയിൽ ദർ ആർ സം ടീത്ത് വിത്ത് ലെസ് ദാൻ 50% ആൽവിയോലാർ ബോൺ റിമൈനിങ്. പിന്നെ സ്മോക്കിംഗ് ഉണ്ട്, 20% ഓഫ് ദി പോക്കറ്റ്സിലും കൂടുതൽ ബ്ലീഡിംഗ് ഓൺ പ്രോബിങ്ങും കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിനെ ദാറ്റ് ഇസ് ജനറലി ഗുഡ് റിസൾട്ട്സ് ദേ ഹാവ് മെയിൻറ്റെയിൻ ബട്ട് വിത്ത് സം പ്രോബ്ലംസ്, അവരെ എവറി 3 to 4 months നമ്മൾ റീകോൾ ചെയ്യണം. ഫസ്റ്റ് ഇയർ പേഷ്യൻറ്റ് വിത്ത് ആൻ അൺഈവൻഫുൾ ഹീലിങ്ങിനെ എവറി 3 months ആയിരുന്നു റീകോൾ ചെയ്തത്. ക്ലാസ് B പേഷ്യൻസ് ഹു എക്സിബിറ്റ് ഗുഡ് റിസൾട്ട്സ് ആഫ്റ്റർ 1 year ദേ ഹാവ് ടു ബി റീകോൾഡ് എവറി 3 to 4 months. Coming to class C patients, they show generally poor results after 1 year. ഇതിൽ ബിയിൽ നിന്നുള്ള ഡിഫറൻസസ് നിങ്ങൾ നോക്കിയാൽ മതി. മോസ്റ്റ് ഓഫ് ദ ഫീച്ചേഴ്സ് കോമൺ ആണ്. പുവർ ഓറൽ ഹൈജീൻ ഉണ്ട്, കാൽക്കുലസ് ഉണ്ട്, സിസ്റ്റമിക് ഡിസീസസ് ഉണ്ട്. ഇൻ ബി ഇറ്റ് വാസ് സം റിമൈനിങ് പോക്കറ്റ്സ്, ഇൻ സി ദർ ആർ മെനി റിമൈനിങ് പോക്കറ്റ്സ്, റൈറ്റ്. പിന്നെ ഒക്ലൂസൽ പ്രോബ്ലംസ്, കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സസ്, പെരിഡോണ്ടൽ സർജറി ഇൻഡിക്കേറ്റഡ് കേസ് ബട്ട് കാൺ ബി പെർഫോംഡ്. ആ പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ, സൈക്കോളജിക്കൽ ഓർ ഫിനാൻഷ്യൽ റീസൺസ് കാരണം പേഷ്യൻറ്റിന് സർജറി വേണ്ടാന്ന് പറഞ്ഞു, ബട്ട് ആക്ച്വലി ദ കേസസ് ഇൻഡിക്കേറ്റഡ് ഫോർ സർജറി. അങ്ങനെയുള്ള ഒരു കേസും ഒരു ക്ലാസ് C പേഷ്യൻ്റ് ആണ്. In B, there were some teeth with less than 50% alveolar bone support, whereas in class C, there are many teeth with less than 50% of alveolar bone support. പിന്നെ smoking, family history, and more than 20% of pockets with bleeding on probing.
ഇത്രയും ഫീച്ചേഴ്സൊക്കെ ഉള്ള പേഷ്യൻറ്റിനെ നമ്മൾ എവറി 1 to 3 months റീകോൾ ചെയ്യണം. ദാറ്റ്സ് ഓൾ അബൌട്ട് ഡയഗ്നോസിസ്, പ്രോഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഡയഗ്നോസിസ് പാർട്ടിൽ നിന്നാണ്. കുറച്ച് അഡ്വാൻസ്ഡ് ഡയഗ്നോസ്റ്റിക് എയ്ഡ്സിൻ്റെ പേരൊക്കെ നമ്മൾ പഠിച്ചു. ഫിഗേഴ്സ് 2-3 ഉണ്ട്, അത് നോക്കി വെക്കണം. ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബാന ടെസ്റ്റ് പോലത്തെ ടെസ്റ്റൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രോഗ്നോസിസിലും ട്രീറ്റ്മെൻറ്റ് പ്ലാനിലും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല, എന്നാലും നോക്കി വെച്ചോളൂ. ഇഫ് യു ആർ ലക്കി ഇനഫ് ഈ പ്രാവശ്യമായിരിക്കും അവർ ചോദിക്കുന്നത്. താങ്ക് യു. എനി ഡൗട്ട്സ് കോൺടാക്ട് മീ.